ഉള്ള കൊക്കോ എല്ലാം പഴുത്തിരിക്കുകയാണല്ലോ. ഇപ്പോൾ എന്തോ ചെയ്യത്? നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊക്കോ ബീൻസിൽ നിന്ന്, കൊക്കോയുടെ അരിയിൽ നിന്ന് എങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു 4-5 ദിവസത്തെ പണിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ കൊക്കോ എല്ലാം പറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് പൊട്ടിച്ചതിൻ്റെ അരി എടുക്കണം. അപ്പോൾ ഇങ്ങനെ 2 അടി കൊടുത്ത അരിയുണ്ട്. നമുക്ക് അരിയെല്ലാം ഒരു കുപ്പിയിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ അരിയെല്ലാം കുപ്പിയിൽ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കൈയിട്ട് ഒന്ന് കുഴയ്ക്കണം. നമുക്ക് ഇനി ഇത് അടച്ചു വെച്ചേക്കാം. 2 ദിവസം ഇതേ കണക്കിരിക്കണം. ഇത് ഒന്ന് പുളിച്ച് കിട്ടണം. നമുക്കിത് 2 ദിവസം ഇരിക്കണം. 2 ദിവസം ഇത് പുളിപ്പിക്കാനായിട്ട് വയ്ക്കും. അപ്പോൾ 2 ദിവസം ആയിട്ടുണ്ട്. നമുക്ക് പുളിച്ചതല്ലേ നോക്കാം. നല്ല കിണ്ണം കാച്ചി നല്ല പുളിച്ച മണം. അപ്പോൾ നമ്മൾ അടപ്പ് വെച്ച് അടയ്ക്കുന്നതിനേക്കാളും നല്ലത് തുണി വെച്ച് മൂടി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിത് നേരെ ഒന്ന് ഉണക്കിയെടുക്കാം. ഒരു നല്ല വെയിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസത്തെ ഉണക്ക് മതിയാവും. നമ്മൾ ഉണക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 7-8 ദിവസം ഉണക്കി. കാര്യം വെയിലൊന്ന് കുറവായിരുന്നു. നല്ല പാറക്കല്ലിൻ്റെ കട്ടിയായിട്ടുണ്ട്. നമുക്കിനി ഇത് നേരെ വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് തീ അങ്ങോട്ട് കത്തിക്കാം. അപ്പോൾ പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വറുത്തെടുക്കാം. നല്ല രീതിയിൽ വറുത്തെടുക്കണം. അപ്പോൾ നല്ലോണം എന്താ വറുത്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളകിക്കൊണ്ടിരിക്കണം. നമുക്ക് നേരെ തണുക്കാൻ വെച്ചേക്കാം. തണുത്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ തൊലി ഇളക്കിയെടുക്കാൻ. ഞാൻ ചൂട് പോകാനായിട്ട് ഒരു പേപ്പറിൽ ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട്. അത് വേണമെന്നുള്ളൊരു ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ചൂട് പോകും. കൊക്ക നല്ലോണം ഒന്ന് തണുക്കട്ടെ. അത് തണുക്കണ സമയത്ത് നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. പഞ്ചസാര 300 ഗ്രാം എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ കൊക്കയുടെ ചൂടെല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി എൻ്റെ തൊലി പൊളിച്ചെടുക്കാം. ഈസിയാണ്. ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ മതി. തൊലി പൊളിഞ്ഞ് വരും.
അപ്പോൾ അതാ നമ്മുടെ തൊലിയെല്ലാം ഇളക്കി ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി മിക്സിയുടെ ജാറിലിട്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇനി ബാക്കി പരിപാടിയെല്ലാം നമ്മളെ ഗ്രൈൻഡറിലാണ്. ഗ്രൈൻഡറിലായി കഴിഞ്ഞാലുള്ള പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ല ഫൈനായിട്ട് പേസ്റ്റ് ആയിട്ട് വരും. നമ്മൾ മിക്സിയിൽ എത്ര ആക്കിയാലും അത്രയ്ക്ക് പെർഫെക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഈ പൊടിച്ചത് ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതും കൂടെ പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രൈൻഡർ ഓണാക്കാം. ഞാനൊരു ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അല്പം ചൂട് കൊടുക്കണം. അപ്പോൾ ചൂട് കൊടുക്കാൻ എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹെയർ ഡ്രയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചൂട് കൊടുക്കുന്ന സമയത്ത് ഇതിൽ നിന്നുള്ള കൊക്കോ ബട്ടർ ഉരുവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹെയർ ഡ്രയർ ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് ഇതിൻ്റെ കാറ്റ് ഈ പാത്രത്തിൽ അടിക്കുന്ന രീതിയിൽ. അപ്പോൾ പാത്രം ചൂടാവും. അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം ഒരു 50-55 ഡിഗ്രി സെൽഷ്യസ് ചൂടേ വരത്തുള്ളൂ. അതേ വേണ്ടായിട്ടുള്ളൂ, ഒരുപാട് ചൂട് കൊടുക്കരുത്. അപ്പോൾ നമുക്കിത് ഓണാക്കാം. ഗ്രൈൻഡർ ഓണാക്കാം. അപ്പോൾ അതാ നമ്മൾ ഏകദേശം ഒരു 3/4 ആടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല രീതിയിൽ പേസ്റ്റായി വരുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കും. മിക്സിയിൽ നമുക്ക് ഒരുപാട് നേരം ആട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്രൈൻഡറിൽ ഇട്ടത്. ഒരു ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും ആകണം. നമ്മൾ മിൽക്ക് ചോക്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 100 ഗ്രാം പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 5 മണിക്കൂർ ആയിട്ടുണ്ട്. ഏകദേശം നല്ല രീതിയിൽ ആടി. ഞാൻ എൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് നല്ല കയ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പാൽപ്പൊടിയും കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോരുത്തർക്ക് കയ്പ് എത്രത്തോളം വേണം. ചിലവർക്ക് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ കുറച്ച് കയ്പ് കിടക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ കോക്കനട്ട് ഓയിൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഇനി 1 മണിക്കൂറോളം ഒന്ന് ആടട്ടെ. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ആടിയിട്ടുണ്ട്. നമുക്ക് ഗ്രൈൻഡർ ഓഫ് ചെയ്യാം. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും നേരം ആട്ടിയാൽ മാത്രമേ നമുക്ക് ഇത്ര സോഫ്റ്റിൽ കിട്ടത്തുള്ളൂ. ഇതാ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ട്രെയിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് ചൂട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇളക്കിയെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇളക്കിയെടുക്കാം. പക്ക രീതിയിലായിട്ടുണ്ട് ചോക്ലേറ്റ്.
സാധനത്തിൽ കയ്പ്പ് കൂടുതലാണ്. ഞാൻ പഞ്ചസാര ഇട്ട ശകലം കുറഞ്ഞു പോയി. പക്ഷേ ടേസ്റ്റ് മാര ടേസ്റ്റാണ്. കൊക്കോ ബീൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.